മുട്ടത്തറ വാർഡ് കൗൺസിലറെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി ടി വി പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ കൈക്കൂലി എണ്ണി വാങ്ങിയ മുട്ടത്തറ വാർഡ് കൗൺസിലറെ പുറത്താക്കാൻ CPM തീരുമാനിച്ചോ, അത് അറിയിച്ചോ? അങ്ങനെ തന്നെയാണ് ആലോചന നീങ്ങുന്നത്. എനിക്കൊപ്പം CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്, മേയർ ആര്യ, വിജയകുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കളുണ്ട്. ഇന്ന് നമ്മളൊരു വാർത്ത കൊടുത്തിരുന്ന ഒരു കൗൺസിലർ കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല പ്രദേശവാസികളോട് മോശമായി സംസാരിക്കുന്ന രീതിയിലും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് പാർട്ടി അതിനെ കാണുന്നത്? റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത ഞങ്ങളെ വല്ലാതെ ഞെട്ടിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് 56 കൗൺസിലർമാരുണ്ട്. അവരിലെ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു നിലയാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഈ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് മുട്ടത്തറ കൗൺസിലറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബോധ്യം വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് ഒരു കാലത്തും അഴിമതി നടത്തുന്നവരെയും ഇത്തരം മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്നവരെയും അംഗീകരിക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്യുന്ന സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇവിടെയും വളരെ കർക്കശമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അതിലെത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്നതിനെ സംബന്ധിച്ച ഒരു പരിശോധന ഞങ്ങൾ നടത്തുന്നില്ല. മറിച്ച് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഇത്തരം സാഹചര്യങ്ങൾ അതിൽ ശരിയുണ്ട് എന്ന് കാണുകയാണ്. അയാളുടെ വേർഷൻ വേറെയാണ്, പക്ഷേ അതിൽ ശരിയുണ്ട് എന്ന് മനസ്സിലാക്കി അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളിപ്പോൾ കൊടുത്തു. അയാളോട് കർക്കശമായി വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെട്ടു. അയാൾ രാജി തന്നിട്ടുണ്ട്. കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയിൽ രാജിവെപ്പിച്ച് നടപടിയെടുക്കുകയാണ്. ഇത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും പ്രതിപക്ഷത്തുള്ള UDFൻ്റെയും BJPയുടെയും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ഇത്തരം സാമ്പത്തിക ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവരാരും ചെയ്യാത്ത കടുത്ത നിലപാടിലേക്ക്, കടുത്ത നടപടിയിലേക്ക് CPIM ജില്ലാ കമ്മിറ്റി വന്നു. അതിൻ്റെ ഭാഗമാണ് ഒരു കൗൺസിലറോട് ഇത്തരമൊരു കാര്യം പുറത്തു വന്ന സാഹചര്യത്തിൽ രാജി ആവശ്യപ്പെടുകയും വിളിച്ചു വരുത്തി രാജി വെപ്പിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഏതെങ്കിലും മനുഷ്യർക്കുണ്ടായാൽ, തിരുവനന്തപുരത്തുണ്ടായാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ അവരോട് പറയുന്നത് ശരിക്കും? അല്ല, ഇത് നമ്മൾ ആളുകളോട് കൗൺസിലർമാർ, ജനപ്രതിനിധികൾ വളരെ മാന്യമായിട്ട് ഇടപെടണം. ജനങ്ങളുടെ ദാസന്മാരായിട്ടാണ് ജനപ്രതിനിധികൾ വരുന്നത്. അപ്പോൾ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും നിന്ന് അവരെ സഹായിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും വരുന്നത്. ഞങ്ങളുടെ എല്ലാ കൗൺസിലർമാരും ആ നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം. പക്ഷേ ചില കള്ളനാണയങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് കർശനമായിട്ടുള്ള ഒരു തുടർ പരിശോധനയും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ സുവ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി, ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന നിലപാടാണ് ഈ 2 നടപടികളിലൂടെ. 1, കോർപ്പറേഷൻ കൗൺസിലറെ കൊണ്ട് രാജിവെപ്പിച്ചു. 2, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത്. CPIMന്റെ ജില്ലാ സെക്രട്ടറി വി ജോയി ആണ് ഇപ്പോൾ സംസാരിച്ചത്. തികച്ചും മാതൃകാപരമായ നടപടിയാണ്. നമ്മൾ വാർത്ത കൊടുത്ത് ഏതാണ്ട് 3 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നടപടിയിലേക്ക് പാർട്ടി കടന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. കോർപ്പറേഷന്റെ മേയർ ആര്യ രാജേന്ദ്രൻ കൂടി ഇപ്പോൾ ചേരുകയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തോട് മേയർ എന്ന നിലയിൽ താങ്കൾ പ്രതികരിക്കുന്നത്? പാർട്ടി ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ചും CPIM, ആ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ തരത്തിലുമുള്ള മാനുഷികമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഒരു കൗൺസിലറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെയൊക്കെ വളരെ ചെറുപ്പമുള്ള ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിന് മുൻപും അതിനുശേഷവുമൊക്കെ സത്യസന്ധമായി ഇടപെടൽ നടത്തുക എന്നതാണ് പാർട്ടി നമ്മളെ ഉൾപ്പെടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായി പ്രവർത്തനം നടത്തിയത് ആരാണെങ്കിലും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്ന് ഒരിക്കൽ കൂടി ഈ പാർട്ടി തെളിയിക്കുകയാണ്. മുൻപ് ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ഈ കൗൺസിൽ പീരീഡ് തന്നെ മറ്റ് കൗൺസിലർമാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ, അതിൽ രാഷ്ട്രീയ വ്യത്യാസം, മറ്റു പാർട്ടിയിൽപ്പെട്ടവർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അവരെല്ലാം സ്വീകരിച്ച നടപടിയെ എന്താണ് എന്ന് നമുക്കറിയാം. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഉൾപ്പെടെ സ്വീകരിച്ചു. അതിനൊക്കെ വിരുദ്ധമായി, അതിനെല്ലാം ഒരു മാതൃക എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ പാർട്ടി, ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് സാധാരണക്കാരുടെ പാർട്ടി, ജനകീയമായി ഇടപെടൽ നടത്തുന്ന CPIM എന്ന പ്രസ്ഥാനം വളരെ മാതൃകാപരമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒട്ടും താമസിക്കാതെ പിന്നെ ആലോചിച്ച് ചെയ്യാം എന്നല്ല ഇവിടെ തീരുമാനിച്ചത്. അതിനപ്പുറം പെട്ടെന്ന് തന്നെ ആ നിലപാട് സ്വീകരിച്ച്
കോർപ്പറേഷൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള, ഇപ്പോൾ ഇവിടെ വിജയകുമാർ സാവുണ്ട്, DC മെമ്പറുണ്ട്, അവിടുത്തെ ഏരിയ സെക്രട്ടറി ഉണ്ട്, എല്ലാവരും ഉൾപ്പെടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഉണ്ട്, എല്ലാവരും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. മേയർ ആര്യ രാജേന്ദ്രനാണ് സംസാരിച്ചത്. സ്മൃതി, മുതിർന്ന നേതാവ് M. വിജയകുമാർ കൂടി ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. തികച്ചും മാതൃകാപരമായ നടപടി തന്നെയാണ്. എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ചുറ്റും എന്നുള്ളതാണ്. മാതൃകാപരം എന്ന് പറഞ്ഞാൽ പോരാ, അറിഞ്ഞ ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു എന്നുള്ളതാണ്. നമുക്ക് പിന്നീട് ഒഴുക്കാമല്ലോ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു പുതിയ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തരം കാര്യം പുറത്തു കൊണ്ടുവരാൻ റിപ്പോർട്ടർ ചാനൽ എടുത്ത എഫേർട്ടിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതുകൂടി പറയണമല്ലോ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല. അത് കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ. ശ്രീ M. വിജയകുമാറാണ് സംസാരിച്ചത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മേയറും വിജയകുമാറും പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിച്ചുകൂടാ എന്നുള്ളതാണ്. CPIMൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇവിടുത്തെ കോർപ്പറേഷനിലെ ചുമതലപ്പെട്ടവർ, അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി, തിരുവനന്തപുരത്തെ ചുമതലയുള്ളവർ എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മുട്ടത്തറ 78 വാർഡ് കൗൺസിലറായ B. രാജേന്ദ്രൻ എന്ന ഞാൻ കൗൺസിലർ സ്ഥാനം ഇതിനാൽ രാജിവെച്ചിരിക്കുന്നു എന്നെഴുതിയ രാജേന്ദ്രൻ്റെ ഒപ്പിട്ട രാജിക്കത്താണിത്. ആ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രാജേന്ദ്രൻ്റെ രാജിക്കത്താണ് ഇപ്പോഴുള്ളത്. ഏറ്റവും മാതൃകാപരമായ നടപടിയാണ്. വാർത്ത നമ്മൾ രാവിലെ ഒരു 8 മണിയോടുകൂടി 8:30 മണിയോടുകൂടിയാണ് കൊടുത്തത്. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ഇവിടെ CPIM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മേയർ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും യോഗം വിളിച്ചു. M. വിജയകുമാർ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുണ്ട്, മറ്റ് കൗൺസിലർമാരുണ്ട്. അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് യോഗം ചേർന്നുകൊണ്ടാണ് B. രാജേന്ദ്രനിൽ നിന്ന് ഉടനടി രാജി എഴുതി വാങ്ങി. ഒപ്പം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന സുപ്രധാനമായ തീരുമാനവും ഉണ്ടായിരിക്കുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി V. ജോയിയും അതുപോലെ തന്നെ മേയറും M. വിജയകുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെയാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പുറത്തു കൊണ്ടുവന്ന ചാനലിലും അവർ അഭിനന്ദനം പറയുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. പാവപ്പെട്ട മനുഷ്യരെ പിഴിയാൻ, അവരിൽ നിന്ന് അവരെ ചൂഷണം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വാർത്ത പുറത്തു വന്ന് 3 മണിക്കൂർ പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് മാതൃകാപരമായ നടപടിയെടുത്തു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസാദ്, റോഡ് അറ്റകുറ്റപ്പണിക്ക് കൈക്കൂലി വാങ്ങിയ മുട്ടത്തറ വാർഡ് കൗൺസിലറെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ തീരുമാനം വന്നിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ.